വെൽക്കം ബാക്ക്. വീണ്ടും സ്വാഗതം. ഹാവ് യു എവർ സബ്മിറ്റഡ് യുവർ KYC ഡോക്യുമെൻറ്റ്സ് അഗെയിൻ ആൻഡ് അഗെയിൻ ടു ഡിഫറെൻറ്റ് ബാങ്ക്സ്? നിങ്ങൾ പല ബാങ്കുകളിലും ഇൻഷുറൻസ് കമ്പനികളിലും KYC ഡോക്യുമെൻറ്റുകൾ വീണ്ടും വീണ്ടും സമർപ്പിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരിക്കൽ മാത്രം KYC ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? നമ്മുടെ പേരിലോ അഡ്രസ്സിലോ മാറ്റങ്ങളുണ്ടായാൽ ആ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അല്ലെങ്കിൽ പീരിയോഡിക് വെരിഫിക്കേഷൻ്റെ ഭാഗമായി ബാങ്കുകളിൽ KYC ചെയ്യേണ്ടി വരും. പക്ഷെ പുതുതായി ഓരോ പ്രാവശ്യവും പുതിയ അക്കൗണ്ടുകൾ തുടങ്ങുമ്പോൾ ഓരോ ബാങ്കിലും പോയി KYC ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, മാറ്റങ്ങൾ വരുത്തേണ്ടതുമില്ല. ഇത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വാട്ട് ഈസ് KYC? ഒരു കസ്റ്റമറുടെ ഐഡൻറ്റിറ്റിയും അഡ്രസ്സും ബാങ്കിങ് ഇടപാടുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമാണ്. ഇതിന് സാധാരണ പരിസ്ഥിതിയിൽ റിസർവ് ബാങ്ക് നിർദ്ദേശിച്ച ഒഫീഷ്യലി വാലിഡ് ഡോക്യുമെൻറ്റ്സ് ആയ ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടേഴ്സ് ID, പാസ്പോർട്ട്, NRE GA കാർഡ് എന്നിവ ഉപയോഗിക്കുന്നു. പാൻ കാർഡ് ഒരു ID പ്രൂഫാണ്, എന്നാൽ അഡ്രസ് പ്രൂഫല്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്താൽ തന്നെ അത് ഐഡൻറ്റിറ്റിയുടെയും അഡ്രസ്സിൻ്റെയും തെളിവായി സ്വീകരിക്കപ്പെടും. പാൻ, ആധാർ, അഡ്രസ്, ഫോട്ടോ, വ്യക്തിഗതമായ മറ്റ് വിവരങ്ങൾ ലൈക്ക് ഡേറ്റ് ഓഫ് ബർത്ത്, സിഗ്നേച്ചർ എന്നിവ ബാങ്കുകൾ ശേഖരിക്കുന്നു. എന്നാൽ വാട്ട് ഈസ് CKYC? CKYCയിൽ ഈ വിവരങ്ങൾ ഒരു സെൻട്രലൈസ്ഡ് രജിസ്ട്രിയിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നു. 2016 ജൂലൈയിലാണ് ഈ സിസ്റ്റം ഓപ്പറേഷനിലായത്. CKYC രജിസ്ട്രിയിൽ ആക്സസ് ഉള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഫിനാൻഷ്യൽ സർവീസസ് രംഗത്ത് പ്രവർത്തിക്കുന്ന റെഗുലേറ്ററി അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ ഈ KYC രജിസ്ട്രി സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഏതൊക്കെയാണ് ആ റെഗുലേറ്റേഴ്സ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, വിച്ച് റെഗുലേറ്റ്സ് ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻസ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റുകളും അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും മ്യൂച്വൽ ഫണ്ടുകളുമൊക്കെ സെബിയുടെ നിയന്ത്രണത്തിലാണ്. പിന്നെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതിൻ്റെ കീഴിലാണ് ഇൻഷുറൻസ് കമ്പനികൾ. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഉണ്ട്. കൂടാതെ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ് സെൻറ്റേഴ്സ് അതോറിറ്റി, ഇത് അടുത്ത കാലത്ത് ഉണ്ടാക്കപ്പെട്ടതാണ്. ഉദാഹരണത്തിന് അഹമ്മദാബാദിലെ ഗിഫ്റ്റ് സിറ്റിയിലുള്ള ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെൻറ്റേഴ്സ് അതോറിറ്റിയുടെ നിയന്ത്രണത്തിലാണ്. ഈ സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളും CKYC രജിസ്ട്രിയുടെ ഭാഗമാണ്. സെൻട്രൽ KYC അഥവാ CKYC എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. ഒരു കസ്റ്റമർ ഒരു അക്കൗണ്ട് തുടങ്ങാൻ ബാങ്കുകളിലോ ഇൻഷുറൻസ് കമ്പനികളിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ ഇതുപോലുള്ള സ്ഥാപനങ്ങളെ സമീപിക്കുമ്പോൾ അത് KYC നോ യുവർ കസ്റ്റമർ സിസ്റ്റം പ്രകാരമുള്ള ഡോക്യുമെൻറ്റ്സും ഇൻഫർമേഷനും സ്വീകരിച്ച് കസ്റ്റമറുടെ അക്കൗണ്ട് തുടങ്ങുന്നു. ഓരോ കസ്റ്റമറുടെയും KYC ഇൻഫർമേഷൻ ഈ സ്ഥാപനങ്ങൾ സെൻട്രലൈസ്ഡ് KYC രജിസ്ട്രിയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. സെൻട്രൽ KYC is a centralized repository of customer identification information managed by the Central Registry of Securitization and Assets Reconstruction and Security Interest of India. സിർസായ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനമാണ്. സെൻട്രൽ KYC രജിസ്ട്രി ഇറ്റ് ആക്ട്സ് ആസ് എ സിംഗിൾ ആക്സസ് പോയിൻറ്റ് ഫോർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു വെരിഫൈ customer details, eliminating the need for repetitive documentation and verification. At the Central KYC Records Registry, KYC അപ്ലോഡ് ചെയ്യപ്പെട്ടുള്ള ഓരോ കസ്റ്റമർക്കും ഒരു
അഥവാ KYC ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്യുന്നു. ഈ രജിസ്ട്രിയിൽ നിങ്ങളുടെ KYC അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ മറ്റേതെങ്കിലും ബാങ്കിലോ ഇൻഷുറൻസിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ ഒക്കെ പുതിയ അക്കൗണ്ട് തുടങ്ങുമ്പോൾ വീണ്ടും KYC ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ സ്ഥാപനങ്ങൾക്ക് സെൻട്രൽ KYC രജിസ്ട്രിയിൽ നിന്ന് നിങ്ങളെ സംബന്ധിച്ച KYC റിലേറ്റഡ് വിവരങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നു. നമുക്ക് നോക്കാം വാട്ട് ഈസ് KIN ആൻഡ് ഹൗ ഡസ് ഇറ്റ് വർക്ക്. KIN ഈസ് KYC ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. It's a 14-digit unique number. It is generated by the CKYC registry when the mandated institution uploads customer information. This became operational in 2016. ഇന്ത്യയിലെ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം റിസർവ് ബാങ്ക് 2017 ഇത് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. When a new account is opened with a new bank, insurance, mutual fund, etc., they can download the KYC from the CKYC registry. നിങ്ങളുടെ KYC ഡാറ്റ സംബന്ധിച്ച ഇൻഫർമേഷൻ CKYC രജിസ്ട്രിയിൽ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് CKYC കാർഡ് ഡൗൺലോഡ് ചെയ്യാം. ഹൗ ടു ഗെറ്റ് യുവർ CKYC കാർഡ്? പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു കാണില്ല. നമ്മൾ ഈ 2016 ജൂലൈക്ക് ശേഷം ഇൻഷുറൻസിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ മറ്റു ബാങ്കുകളിലോ പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ KYC ഡാറ്റ അവർ സെൻട്രൽ രജിസ്ട്രിയിൽ അപ്ലോഡ് ചെയ്ത് കാണും. ചിലപ്പോൾ നിങ്ങളുടെ പേരിലൊരു കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്ത് കാണാം. അങ്ങനെ ഒരു കാർഡ് നമ്മുടെ പേരിലുണ്ടോ എന്ന് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളുടെ ബാങ്കുകളിലൊക്കെ നിങ്ങൾ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോണിൽ നിന്ന് 7799022129 എന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ കൊടുത്താൽ മതി. ജസ്റ്റ് ഗിവ് എ മിസ്ഡ് കോൾ ഫ്രം യുവർ മൊബൈൽ ഫോൺ ടു ദ നമ്പർ 7799022129. നിങ്ങളുടെ പേരിലൊരു CKYC കാർഡ് അവൈലബിൾ ആണെങ്കിൽ സെൻട്രൽ KYC റെക്കോർഡ് രജിസ്ട്രി വിൽ പ്രൊവൈഡ് യു യുവർ CKYC നമ്പർ. നിങ്ങൾക്കൊരു SMS വരും. നിങ്ങളുടെ CKYC നമ്പർ കാണിച്ചുകൊണ്ടൊരു SMS വരും വിത്ത് എ ലിങ്ക് ടു ഡൗൺലോഡ് ദ കാർഡ്. ഈ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ CKYC കാർഡ് ഡൗൺലോഡ് ചെയ്യാം. അത് ഓപ്പൺ ചെയ്യാനുള്ള പാസ്വേഡ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് ലിങ്ക്ഡ് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നിങ്ങൾക്കത് ഓപ്പൺ ചെയ്യാം. ഹൗ ഡസ് എ CKYC കാർഡ് ലുക്ക് ലൈക്ക്? ഇത് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന CKYC കാർഡിൻ്റെ ഒരു മോഡലാണ് ഇവിടെ. ഇറ്റ് വിൽ ഹാവ് എ 14-digit നമ്പർ. ദറ്റ് വിൽ ബി എ യുണീക്ക് നമ്പർ. നിങ്ങളുടെ ഫോട്ടോ ഉണ്ടാവും, പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഒഫീഷ്യലി വാലിഡ് ഡോക്യുമെൻറ്റ് സബ്മിറ്റഡ് ഫോർ പ്രൂഫ്. ഇപ്പോൾ ഈ കേസിൽ ആധാർ കാർഡാണ് കൊടുത്തത്. നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡിൽ നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുന്ന അഡ്രസ്സ് ഉണ്ടാവും, നിങ്ങളുടെ കറണ്ട് അഡ്രസ്സ്. ഇതൊക്കെ നിങ്ങൾ കൊടുക്കുന്ന ഡാറ്റാ ബേസിൽ ഇത്തരമൊരു കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ckYcindia.in/CKYC/index.php ഈ സൈറ്റിൽ പോയാൽ ഇവിടെ ഓപ്പണിംഗ് പേജിൽ തന്നെ വ്യൂ യുവർ CKYC കാർഡ് എന്നൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് വരുന്ന സ്ക്രീനിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും കൊടുത്ത് ഈ ക്യാപ്ച കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ലിങ്ക് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ വരുന്നതാണ്. നിങ്ങളുടെ KYC ഐഡൻറ്റിഫിക്കേഷൻ നമ്പറും CKYC കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കും. ഇറ്റ് ഈസ് എ ജോബ് ഓഫ് ദ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു അപ്ലോഡ് യുവർ KYC ടു CKYC രജിസ്ട്രി. അത് നമ്മൾ ഇടപെടുന്ന സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണത്. യു ക്യാൻ ഈസിലി ഗെറ്റ് യുവർ CKYC കാർഡ് വിത്ത് യുണീക്ക് KIN. ഈ 14-digit യുണീക്ക് നമ്പറുള്ള കാർഡ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യാം. ഈ KIN നമ്പർ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ എന്ത് പുതിയ അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ വീണ്ടും KYC ഡോക്യുമെൻറ്റ്സ് കൊടുക്കേണ്ട കാര്യമില്ല. ഈ KIN നമ്പർ ഈ സ്ഥാപനത്തിന് കൊടുത്താൽ മതിയാവും.
CKYC കാർഡിൽ വല്ല മാറ്റവുമുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നിങ്ങൾ ഇടപെടുന്ന ബാങ്കുകളിലോ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിലോ റിപ്പോർട്ട് ചെയ്ത് ത്രൂ ദം ആവശ്യമായ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇതിൻ്റെ ഒരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൽ വല്ല ചേഞ്ചും വരുത്തുകയാണെങ്കിൽ ഈ CKYC രജിസ്ട്രിയുടെ സർവീസ് ഉപയോഗപ്പെടുത്ത എല്ലാ സ്ഥാപനങ്ങളെയും ഈ രജിസ്ട്രി നോട്ടിഫൈ ചെയ്യും. അതുപോലെ നിങ്ങളുടെ ഈ CKYC കാർഡിലുള്ള ഇൻഫർമേഷൻ ഏതെങ്കിലും ഒരു സ്ഥാപനം ആക്സസ് ചെയ്യുകയോ മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്താലും you will also be notified. Hope this video has been informative. Please like and share the video. If you are not already subscribed to our channel, please do subscribe now. Please help us by using the hype facility so that the video will reach more people. Thank you for watching. Hope to see you soon with another useful video. Take care.